ടയർ ഇവിടെ ഈ റോഡിലോട്ട് പോയാൽ നിന്റെ അടിസ്ഥാനം മൊത്തം പൊളിഞ്ഞു പോയല്ലോ. എന്നാ നമ്മുടെ വണ്ടി ഇതൊക്കെ ഈസി ആയിട്ട് കയറും, അതുകൊണ്ട് നോ വറീസ്. പക്ഷെ എന്നാലും കുറച്ച് സസ്പെൻഷൻ കൂട്ടാല്ലേ? നന്നായിട്ട് കൂട്ടണം. ഈ ഇത്രയും സസ്പെൻഷൻ കൂട്ടണം, എന്നാലേ ആ റോഡിൽ കൂടി പോകാൻ പറ്റുള്ളൂ. എന്റെ പൊന്നു ഓക്കെ വെയിറ്റ്, സസ്പെൻഷൻ അങ്ങോട്ട് കൂട്ടിയേക്കാം. ശശിയണ്ണം പറഞ്ഞ പിന്നെ വേറെ അപ്പീലില്ല. ഓക്കെ മതിയോ ശശിയണ്ണ? ബാക്കിലോ ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്കൊരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മോഡ് ആയിക്കോട്ടെ. സോറി, പൈസക്ക് വില ഇല്ലാത്തതാണ് മനസ്സിലായി. വണ്ടി കയറുന്നാലും നോ പ്രോബ്ലം. ഓക്കെ അപ്പൊ ഇത് മതിയല്ലോ ശശിയണ്ണ? ഇതെന്താ കുതിരയോ? അപ്പൊ നിങ്ങളുടെ വണ്ടി എന്താണ് താന്നിരിക്കുന്നേ? പൊക്കിയിട്. ബാക്ക് ഇപ്പോഴും പൊന്തിട്ടോ. ഞാൻ എന്റെ കറക്റ്റാണ്, എന്റെ ഇവിടുത്തെ കറക്റ്റാ, ഇവിടുത്തെ ഇതിന്റെ കറക്റ്റ്. എന്റെ ബാക്ക് ഇത്രേ പൊന്തു. നിനക്ക് ബാക്ക് ഇല്ലാത്തോണ്ടാ. കൂടുതൽ സംസാരിക്കണം, നമുക്ക് പോരാ. അപ്പൊ ശശിയണ്ണ റൂട്ടൊക്കെ അറിയാലോ അല്ലേ? നിങ്ങളാണ് കൊണ്ടുപോകുന്ന പറഞ്ഞത്. ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മുടെ വണ്ടി കയറും, നിങ്ങളുടെ വണ്ടി സൂക്ഷിച്ചോ, അത്ര എനിക്ക് പറയാനുള്ളത്. ദിസ് ഈസ് കൊമ്പൻ. അതുകൊണ്ട് എവിടെ വേണേ കേറാം. എന്റെ വണ്ടി കയറൂലെന്നാ പറഞ്ഞേ. ഒരേ കമ്പനിയാണ് രണ്ടും, അത് മനസ്സിലാക്കിയാൽ മതി. ഒരേ കമ്പനി ഒരേ മോഡൽ, പെയിന്റ് മാത്രം ഡ്രൈവർ വ്യത്യാസം ഉണ്ടല്ലോ. ഡ്രൈവർ ഞാനാണ് പ്രൊഫഷണൽ ഡ്രൈവർ, നിനക്ക് അറിയാലോ. അത് ശരിയാണ്, അത് ശരി. കാണാം നിങ്ങൾ എങ്ങനെ റെസ്റ്റോറന്റ് വെച്ചൂടെ കാണാം. അണ്ണാ നമ്മള് സീരിയസ് ഡ്രൈവിംഗ് ആണ്, കുറച്ച് ചളിയൊക്കെ ഒഴിവാക്കാം. ടയർ കുഴിയിലോട്ട് പോകണ്ടോ, സൂക്ഷിച്ചോ. നേരത്തെ കൂടെ പോകുമ്പോ ഇതെന്താണോ വണ്ടി നിന്ന് പോണേ? ഇതെന്താ ഏരിയ? അയ്യോ താഴോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് അങ്ങോട്ടോ ഒന്ന് തിരിച്ചാൽ ശശിയാണ് നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകണം. റോഡ് ബ്ലോക്കോ? അയ്യോ ആ റോഡ് ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ നമ്മളെങ്ങനെ പോകും? അതൊക്കെ പോവാ. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ പോകും? എടാ ബ്രേക്ക് ഔട്ടല്ലേ? നമ്മുടെ വണ്ടി ചാടി വരുന്നുണ്ട്. ബ്രേക്ക് ഔട്ട്. ഇന്റീരിയർ കിടലം. ഓക്കെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വ്യൂ. കമോൺ കേറങ്ങോട്ട്. എന്റെ പൊന്നണിയാ, അണ്ണൻ പറപ്പിക്കുന്നു. അണ്ണാ പറപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പ്രൊഫഷണൽ അല്ലാത്തെങ്കിലും നീ പറയാ പറപ്പിക്കാൻ പറഞ്ഞിട്ടാ. ഓ അങ്ങനെ ഒരു മയത്തിലൊക്കെ പറപ്പിക്കും കേട്ടോ. അതാണ് പറയാം, നമ്മുടെ വണ്ടിയിൽ എല്ലാ ഫീച്ചറും ഉണ്ട്. നിങ്ങളുടെ സസ്പെൻഷൻ ഒക്കെ പോരാ, നമ്മുടെ വണ്ടിയുടെ തുള്ളിച്ചാടി നിൽക്കുന്നത്. ഓക്കെ കൊമ്പൻ ഫാൻസ് അസംബിൾ. കൊമ്പനാണോ വണ്ണസിനാണോ ഫാൻസ് കൂടുതൽ? എനിക്ക് തോന്നുന്നു കൊമ്പനായിരിക്കും. KSRTCക്ക് ഇന്ന് 2-1 അറിയാം. 3-1. ശരിയാണല്ലോ. എന്താണല്ലോ അറിയാൻ ഞാനും തന്നെ. അണ്ണാ എന്നെ ഇട്ടു പോലെയാണോ? അയ്യോ വളയുന്നില്ല. അത് കുറച്ച് എണ്ണ വളച്ചാ മതി. പറയുന്നു എന്ത് വളയുന്നില്ല? എണ്ണ വെച്ചാൽ മസാജ് കൊടുത്താൽ വളയുമല്ലോ. നീ എന്ത് പറയാനാണ് ഉദ്ദേശിച്ചത്? എങ്ങനെ നീ എന്ത് പറയാനാണ് ഉദ്ദേശിച്ചത്? എനിക്കിപ്പ അറിയാം. അവനാ നീ. ഓക്കെ ഇത് കൊള്ളാണ് റൂട്ട്, കൊള്ളാം. ചുരം റൂട്ട്. ഈ ചുരം കണ്ണ എടാ മിണ്ടല്ലേ, വളയുന്നില്ലല്ലോ വണ്ടി. ഇത് സീനാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ അത് ശരിയാണല്ലോ, അത് ശരിയാ. സംഭവം കറക്റ്റാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു നമ്മുടെ ശശി റാൻഡമൈസ്ഡ്. അതാ പറഞ്ഞത്, ഇവിടെ നമ്മുടെ വണ്ടി എവിടെ വേണേ കയറും. അതാ അമ്മാതിരി വണ്ടിയാണ് നമുക്കുള്ളത്. ഓ ഏതാ ഒരു വളവ്. ഓ അണ്ണന്റെ ആ ഒരു വളവ്. വണ്ടിയല്ലേ വരുന്നത് ഓപ്പോസിറ്റ്. തീർന്ന്. അയ്യോ ഇതും 2-വയാ. കൊള്ളാം. ഈ ചുരം ഇറങ്ങിയിട്ട് വേണം നമുക്കൊരു കിഡിലൻ ലൊക്കേഷനിലൊക്കെ അങ്ങനെ പോകാൻ വേണ്ടി. ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞോ. ലൈക്ക് ബട്ടൺ അടിച്ചാൽ മതി, ടിക്കറ്റ് കിട്ടും. ഓ അങ്ങനെ ടിക്കറ്റ് എടുക്കാം. എല്ലാവരും ഒന്ന് ടിക്കറ്റ് എടുക്കുക. പെട്ടെന്ന് ടിക്കറ്റ് അടിച്ചില്ലെങ്കിൽ ചവിട്ടി പുറത്ത് ഞാൻ. അല്ല പിന്നെ അല്ല ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഷെയർ ചെയ്യണോ അറിയില്ല. ഓ ഷെയറും വേണോ നിനക്ക്?
അതിന്റെ ഇടയിൽ കൂടെ വണ്ടി എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഉത്തരവാദിത്തമാവൂല. ഇവന് റോക്കറ്റ് വിട്ടവല്ല പോണ. എടാ ഞാൻ ബ്രേക്ക് വിട്ടുമ്പോഴല്ലേ തന്നെ വണ്ടി നിക്കുന്നത്, അതെന്താ? ഓട്ടോ ബ്രേക്ക് ആയിരിക്കും, ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റം വെച്ചിട്ടുണ്ടോ നീ വണ്ടി? നീ അല്ലേ ഫുൾ ഹൈടെക് വണ്ടിയാണെന്ന്? ഓ അങ്ങനെയൊന്നുമില്ല. പോട്ടെ പോട്ടെ പോട്ടെ. നമ്മുടെ വണ്ടിയിൽ എന്തോ സാധനം വെച്ചിട്ടില്ല ഇവൻ. എങ്ങോട്ടാണ് ഈ കേറിയിരുന്ന്? ഞാൻ ഇടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇന്നല്ലേ ഇവിടെ ഈ കാറുകാരനെ പറഞ്ഞത്? ഓക്കെ കറക്റ്റാ, കൊള്ളാം. കറക്റ്റ് അല്ലല്ലോ അത് കറക്റ്റാ. ഉയ്യോ കറക്റ്റല്ല. ഇവിടെ ഈ ഇറക്കം മൊത്തം നമ്മൾ ഇറങ്ങണം. ദൈവമേ, അവിടെ ചെല്ലുമ്പോ വാള് വെക്കും. ഒരു വണ്ടിക്ക് പോകുന്ന ഗ്യാപ്പിൽ 2 വണ്ടികൾ വരുന്നത് എന്തുകൊണ്ടാണ്? വണ്ടി ചുരുക്കമുള്ളവർ ഒരു കിറ്റ് എടുത്ത് തല പുറത്തേക്ക് ഇടേണ്ടതാണ്. എന്റെ വണ്ടിയില് അല്ല, കിറ്റ് ഇങ്ങനെ വാള് വെക്കുമ്പോ കിറ്റൊക്കെ പിടിച്ചങ്ങനെ പുറത്തോട്ട്. അങ്ങനെ വാള് വെക്കണേ വണ്ടി ചുരുക്കം എന്നാ നീ വന്നിരിക്കും. കുറച്ച് പവർ കത്തി വെച്ചാ എന്തിനാ വാള്? പക്ഷെ അത്രയും വലിയ സാധനം വെക്കണേ, അത് വെക്കാൻ പോലീസാണ്ട ഭയങ്കര സീനട്ടോ വാള കണ്ടാല്. എന്നാ ഗണ്ണ് വെച്ചാലോ? ഗണ്ണ് വേണ്ട, വെച്ചാൽ ശരിയാവില്ല. പിന്നെ അത് ടോപ്സിക് ആവും, ഭയങ്കര ടോപ്സിക് ആവും. ഓണൊക്കെ ഉണ്ടല്ലേ വിഷയം വണ്ടി. ഓ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ഒച്ച. ഇന്റീരിയർ വ്യൂ ആണ് കിടിലം. ഇങ്ങനെ ഓടിക്കാൻ നല്ല രസമാണ്. പക്ഷെ രസമാണ്, ഭയങ്കര പാടുമാണ്. ഒരു പാടില്ല, ഇതാണ് കിടിലം. എല്ലാവരും ഒക്കെ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ എടുത്തെന്ന് പ്രതീക്ഷിക്കുന്നു. ടിക്കറ്റ് എടുക്കാത്തവർ ഉണ്ടെങ്കിൽ ഗൈസ് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ടിക്കറ്റ് എടുത്തിട്ട് ഇരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ വണ്ടി കൊക്കേജ് അടിക്കും. അല്ല അറിയാമല്ലോ നമ്മളെ വണ്ടി കൊക്കേജ് എടുക്കാം. അപ്പൊ ഇൻഷുറൻസ് എടുക്കാത്തവരോ? ഇൻഷുറൻസോ? ഇൻഷുറൻസ് എടുക്കാത്തവരും എടുക്കേണ്ടതാണ്. ഇൻഷുറൻസിൽ ഷെയർ ചെയ്യണം. ഇൻഷുറൻസ് ആണ് ഷെയറാ? ഓരോ ഇൻഷുറൻസിനും ഓരോ ഷെയർസിനും ഓരോ ഇൻഷുറൻസ്. നമുക്കിന്ന് അത്യാവശ്യം ലോങ് ട്രിപ്പ് പോകാനുണ്ട്. ഇതൊക്കെ ചെറിയൊരു ചുരമാണ്. ഇത് കഴിയുമ്പോ ഒരു ലൊക്കേഷൻ നമുക്ക് പോകണം. ഒരു ടൗണിലേക്ക് നമുക്ക് എത്തിച്ചെല്ലണം. നമ്മളെ ശശി ഓക്കെ, നോ വറീസ്. ഇത് ഞാനായിട്ട് നമ്മളെ കൊമ്പം ബസ് സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. കമ്പനി സസ്പെൻഡ് ചെയ്തോ? മൈൻഡ് ചെയ്യണ്ട, ആരും മൈൻഡ് ചെയ്യണ്ട. ഇതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഡൗട്ട് വെക്കാൻ പോലും പാടില്ലല്ലോ ലോകത്ത്. ചവിട്ടല്ലേ സ്പീഡ് നമ്മൾ ഇതൊക്കെ നമ്മൾ സ്പീഡിൽ ഇറക്കും. നിന്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. നീ ബ്രേക്ക് ഔട്ടാ വന്നിടിക്കും കേട്ടോ. അമ്മാതെ സ്പീഡിലാ വരുന്നത്. കിട്ടില്ല. വളവ് കിട്ടില്ലായിരുന്നു കേട്ടോ. കോള നീ സ്പീഡ് എടുത്തില്ല. എനിക്കറിയാം നീ പലതിലും പിടിക്കുന്നു. കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. എന്റെ വളവാണ് വളവ്. അയ്യോ, താഴത്ത് കുറെ വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്നു. എങ്ങനെ കയറും? അല്ല എങ്ങനെ ഇറങ്ങും? ഒരു കാറുകാരൻ കയറി വരുന്നത് എന്റെ പുറകിന്ന്. അല്ല അങ്ങനല്ല, അത്രക്ക് ധൈര്യമോ? അന്ന് എനിക്കും കയറി പോവാം. ഇതൊരു ചാലഞ്ചിങ് ആണല്ലോ. ഇത് ഇത്തിരി ചാലഞ്ചിങ് ആണ്. അത് കഴിവുള്ളവർക്കേ പറ്റും. ആ കുഴി പോയി. അയ്യോ, ഞാൻ മിക്കവാറും പോവും. ഓ ഇല്ലല്ലോ, അണ്ണൻ ഒരു കഴിവ് തന്നെ. പോടാ. റൈറ്റിലോട്ടാണോ? ഇവിടുന്ന് റൈറ്റ് റോഡ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് എവിടെയോ ദേ വന്ന് അവൻ ഇടിക്കുന്നത്. അവിടെ റോഡുണ്ടോ? ഓക്കെ, വെറുതെ അല്ല ഇവിടെ ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക്. നമ്മളൊരു ഷോർട്ട് കട്ട് എടുക്കോട്ടാ. നമ്മളൊരു കിട്ടില്ല. ഷോർട്ട് കട്ട് എടുത്ത അണ്ണൻ തിരിച്ചു പോയി. ഷോർട്ട് കട്ടൊക്കെ നമ്മൾ എടുത്തുതരാം. ഉണ്ടോ? കൃത്യമായിട്ട് ഓടിക്കാതിരിക്കണം. അയ്യോ, ഇത് സ്ലിപ്പാന്ന്.
സ്ലിപ്പാവുന്നേ. എന്തോ കേൾക്കുന്നുണ്ടല്ലോ. ഇത് ഷോർട്ട് കട്ടല്ല, ഇത് കാർഡ് കട്ടാണ്. ഇപ്പൊ ഞാൻ ഫ്രണ്ടിലായിരിക്കണം. അണ്ണൻ വരുന്നുണ്ടോ ഇപ്പെങ്കിലും? ഓ ദേ വരുന്നു കേട്ടോ. സമാധാനം, സന്തോഷമായല്ലോ. ഞാൻ തൊട്ട് പോയല്ലോടാ. ഓഹോ, അതാണ് കുറച്ചുകൂടി സേഫ് എന്ന് തോന്നുന്നു. എടാ വഴി കാണുന്നില്ല കേട്ടോ. ഇത് ഇവിടെ വഴി പറ്റിപ്പോ കേറി പട്ടി. അതാ മൂഞ്ചി മൂഞ്ചി. അത് ശരി. മ്യൂസിക് മൂഞ്ചി കൈസൊക്കെ. അല്ല സാറ് അങ്ങോട്ടേ പോണ്. നമ്മളിങ്ങനെ GPS ഉള്ളത്. അല്ല എന്ത് GPS ഉണ്ടെങ്കിലും ഈ റൂട്ട് ഒറ്റ വഴിയാണല്ലോ, നേരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് GPS? റോഡിന് നമ്മൾ എത്തിയോ? ഓക്കെ, നമ്മൾ എവിടെയൊക്കെ എത്തി. ഓക്കെ, നീയാണോ അത്? നമ്മളോട് എത്തിയോട്ടോ. നമ്മളോട് ആ റോട്ടിൽ കയറിയിരിക്കണം. വളരെ സേഫ്. വയനാടൊക്കെ വരേണ്ടതാണ്. ഇനിയുള്ള റൂട്ട് സ്ട്രൈറ്റ് അല്ല, എന്താണ് ഞാൻ ഫ്രണ്ടിൽ പോവാം. കാണാൻ വരുന്നുണ്ടല്ലോ. കൊമ്പൻ വേഴ്സസ് വണ്ണസ്. ബിജിഎം ഇടണ്ട. ഇതൊക്കെ എന്താ ബിജിഎം? ഇതൊക്കെ എന്തോന്ന കരച്ചില്. എന്താ വാണം വെച്ച വണ്ടിയോ? വാണം വെച്ച വണ്ടിയോ? അതെന്ത് വണ്ടി? അതൊക്കെ കൊമ്പൻ ട്രാവൽ. എങ്ങനെയാണ്? നീ മറ്റേ സ്പീഡ് ലിമിറ്റർ ഓരികളല്ലേ വണ്ടി വന്നേ? ഞാൻ ഒന്നും ഓരിട്ടില്ല. നമുക്ക് എന്താ സ്പീഡില്? നമ്മ അത് നോക്കാറില്ല. നമുക്ക് അള്ളു മിനിറ്റ്. ഞാൻ തൊണ്ണൂറിന് വന്നത് എന്റെ വണ്ടി പോലെ. എന്റെ ഗവൺമെന്റ് കൂട്ടിച്ചതാണ് ഒരു വട്ടത്തെ. ഞാൻ എംവിഡിനെ ചവിട്ടി തെറിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഇവിടെ എന്തൊക്കെ കൊറേ വണ്ടികളുണ്ടല്ലോ. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാണാൻ പറയട്ടെ. ഓ വണ്ണസ് വരുന്നുണ്ട്. ഇടിച്ച് മണ്ണസ് കൊമ്പനെ വെട്ടിക്കാൻ മാത്രമായോ? അല്ല പിന്നെ കാണിച്ചു കൊടുക്കണം കേസ്. മാറാ വഴി മാറാ. മുണ്ടക്കൽ ശേഖര. അയ്യോ എന്റെ കാട്ടിലേക്കാൾ ഇടുന്നു. റോഡിൽ കയറിയതാ. കൊള്ളാം. ഇത് ദിസ് ഈസ് ചീറ്റിംഗ്. യു ചീറ്റ്. ഇത് കൊമ്പനോട് കളിക്കരുത്. കൊമ്പനെ വെട്ടിക്കളി. ഇത് ചീറ്റിംഗാണ്. ഇവിടെ ഒരു എംബടി ഇല്ലേ? അമ്പടിയല്ല വടിയാ. എമ്പടി വണ്ടച്ച് കളിക്കരുത് കളിക്കരുത്. ഈ വണ്ടിക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോ വണ്ടി സമ്മതിക്കുന്നില്ല. വണ്ടിക്ക് എന്ത് വെച്ചാ അനങ്ങുന്നില്ല വണ്ടിയല്ല അനങ്ങാത്തത്. എന്തിനാ ഇവൻ എവിടെയെങ്കിലും കൊക്കയിൽ പോയി ചാവണേ. നിന്റെ പ്രാക്ക് ഏക്കൂലടാ. നിന്റെ സ്വഭാവത്തിന് എന്റെ പ്രാക്ക്. നീ അവിടെ കുട്ട അതിന്റെ ബാക്കിൽ വണ്ടി കാണുന്നില്ലടാ റോട്ടില്. എന്നെ ചതിച്ചാ മതി. നിനക്ക് വേണ്ടി ഞാൻ സൈഡ് വന്നു. നീ എന്നെ ചതിച്ചു. ചതിനായിരുന്നു. ചതിക്കാത്ത ചന്തു. നീ എന്താ വണ്ണസിനെ വിചാരിച്ചത്? വണ്ണസ് വണ്ണാണ് എപ്പോഴും നോക്കല്ലേ. ടൂ അല്ല വണ്ണസ് പേരിട്ടാണ്. എന്ത് ചളിയാളാ ഇത്. വണ്ണസാരി കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ വാടിയതിന്റെ പറയാ. ഓക്കെ ഞാൻ പമ്പിൽ കയറാൻ പോടോ. പമ്പിൽ കയറേ. എടാ പമ്പ്. അത് ശരി വേണ്ടേ? പെട്ടൊക്കെ പോ. പമ്പ് ഇന്ത്യയിലെ പെട്രോളൊക്കെ ഉണ്ട്. ഒന്നും ആയില്ലോ. അവിടെ വണ്ടിയുടെ പെട്രോൾ ഇങ്ങോണ്ട്. ഇതിന് എത്ര കിലോമീറ്റർ ഓട് അറിയോ? അയ്യോ അയ്യോ അമ്മോ. എന്താടാ ബാക്കിൽ വരുന്നേ?
എന്തിനാ കുട്ടാ? നിനക്ക് എന്നെ പിടിക്കാൻ നോക്കണോ? പറഞ്ഞോ. ചതിയൻ ശശി. ഇനി മുതൽ നീ ചതിയൻ ശശിയാണ്. സൈഡ് തരാത്ത ചതിയൻ ശശി. വണ്ടി അടിക്കാൻ പാടില്ല. വണ്ടി അടിച്ചാൽ ഫൗളാ. വണ്ടി അടിച്ചു കഴിഞ്ഞാൽ ആ പൈസ എനിക്ക് വേണം. അതൊക്കെ അത്രേ ഉള്ളൂ. എന്നിട്ട് ഇവിടുന്ന് റൈറ്റാ കേട്ടോ. ഇത് GTA പോലെയല്ല, അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു തന്നെ. നീ ഒന്നും കളിക്കാൻ പോണില്ല. എന്താണ് കുട്ടാ നിനക്ക് പറ്റിയടാ? നിനക്ക് വിഷമമുണ്ടോ? കടിച്ചു വെച്ചോ വിഷമം? അല്ല പിന്നെ കടിച്ചു വെച്ചോടാ, കടിച്ചു പിടിച്ചോ ആ വിഷമം ഉള്ളില്. സ്പീഡ് നമ്മുടെ വണ്ടിക്കാ. മനസ്സിനോട് കളിക്കരുത് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. വണ്ടി അടിക്കരുത്. നീ എന്ത് ഡ്രൈവറാ? വണ്ടി ധൈര്യം ഉണ്ടെങ്കിൽ നട്ടലുള്ളവനാണെങ്കിൽ വണ്ടി അടിക്കാൻ ഓടിക്കാം. അല്ല പിന്നെ ഇതൊരുമാതിരി മാനിടിച്ച് നിന്റെ സെറ്റ് വെള്ളം ഇവിടെ കിടക്കും.